ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന 4 ശനിയാഴ്ചകൾ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. ഞാനീ പറയുന്ന ലളിതമായ ചെറിയ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ പരിഹരിച്ചു തരും. അപ്പൊ ഈ 4 ശനിയാഴ്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സകല ദുരിതങ്ങളും സകല സാമ്പത്തിക പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ അതോടൊപ്പം ഉണ്ടാകണം. കാരണം അങ്ങനെ ഈ 4 ശനിയാഴ്ചകളിൽ ഭഗവാനെ വണങ്ങിയാൽ ഭഗവാൻ നിങ്ങളിൽ ഏറ്റവും അധികം പ്രസാദിക്കും. ഭഗവാൻ കൃഷ്ണൻ അഥവാ നാരായണൻ നിങ്ങൾക്ക് എല്ലാം നൽകും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ പരിഹാരം ഉണ്ടാക്കും. ജീവിതത്തിലെ സകല പാപങ്ങളും തീരും, സർവ പുണ്യങ്ങളും ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്, മുഴുവൻ കാണണം. ഇതെല്ലാവരിലേക്കും എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അത് നമുക്കറിയത്തില്ല, ഈശ്വരൻ്റെ ഇരിക്കുന്ന കാര്യമാണ്. കാരണം ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ദിവ്യ അവസരമാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്നവര്, ഞാനീ പറയുന്ന 4 ശനിയാഴ്ചകളെ കുറിച്ച് അറിയുന്നവര്, അവര് തീർച്ചയായിട്ടും ഭഗവാന്റെ നിശ്ചയമാണ്, ഇത് എൻ്റെ നിശ്ചയമല്ല. അപ്പോൾ ഇത് കാണുന്നവരെല്ലാം പുണ്യാത്മാക്കളാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക, അതാണ്. അപ്പം ഈ 4 ശനിയാഴ്ചകൾ ജൂലൈ 4, ജൂലൈ 11, ജൂലൈ 18, ജൂലൈ 25 ഈ 4 ശനിയാഴ്ചകൾ ചില പ്രത്യേകതകളുണ്ട്. അത് കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കിത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റം ഉണ്ടാകും. 27 നക്ഷത്രക്കാർക്കും ഭഗവാന്റെ നിങ്ങളിൽ പ്രസാദിച്ചാൽ കോടീശ്വര യോഗം അല്ലെ വലിയ സമ്പത്തിന്റെ യോഗം നിങ്ങൾക്ക് ആരംഭിക്കാൻ തുടങ്ങും. ഒരു സംശയം വേണ്ട. കാരണം ഈ വലിയ കോടീശ്വരന്മാരും പലരും കൃഷ്ണഭക്തന്മാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പലരും കൃഷ്ണനെ വിളിക്കുന്നവരാണ്. അപ്പൊ അതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മറ്റു ദേവതകളെ വിളിക്കുന്നവരും കോടീശ്വരന്മാരും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. ശനിയാഴ്ച, ഞാനീ പറയുന്ന 4 ശനിയാഴ്ച, നമ്മൾ വ്യാഴാഴ്ചകളാണ് കൃഷ്ണ പ്രാധാന്യമുള്ളത്, അത് ശരി തന്നെ. പക്ഷെ ഞാനീ പറയുന്ന 4 ശനിയാഴ്ച നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ലളിതമായ കാര്യം പറയത്തുള്ളൂ. അതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പത്തും വലിയ ഐശ്വര്യവും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹവും മോക്ഷം വരെ കിട്ടുമെന്നാണ് പറയുന്നത്. അത് എല്ലാ ലൗകിക സുഖങ്ങളും, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, വീട്, ഭൂമി, സർവ്വ ഐശ്വര്യങ്ങൾ, സന്തോഷം, സമാധാനം, സമൃദ്ധി, അതോടൊപ്പം ഭഗവാനിൽ തന്നെ നിങ്ങൾ ആ ഭഗവാനിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത്ര പ്രാധാന്യമുണ്ട്. അപ്പൊ അതെന്താണ് ഈ 4 ശനിയാഴ്ചയുടെ പ്രത്യേകത? ഇതുപോലെ ഞാനീ പറയുന്ന പോലെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് എൻ്റെ കഴിവൊന്നുമല്ല. ഇന്ന് ഈശ്വരനോട് നന്ദി പറയുക. ഭഗവാൻ നാരായണനോട് തന്നെ നന്ദി പറയുന്നു. പിന്നെ ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു, പരമേശ്വരനോട് നന്ദി പറയുന്നു, പരമേശ്വരിയോട് നന്ദി പറയുന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല. നിങ്ങളിത് മുഴുവൻ കേൾക്കുക. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മുതൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങുകയാണ്. അതുകൊണ്ടാണല്ലേ വീഡിയോ കാണത്തില്ല നിങ്ങൾ. മുഴുവൻ കാണുക. ഈ മിഥുനം കർക്കിടക മാസങ്ങളെ, മിഥുനവും കർക്കിടകവും ചേർന്ന് വരുന്നതാണ് ആഷാഢ മാസം എന്ന് പറയും. ആഷാഢ മാസം അതായത് ജൂൺ 30, അതായത് 2026 കാര്യം പറയുന്നത്. ജൂൺ 30 മുതൽ ജൂലൈ 2026 ജൂൺ 30 മുതൽ ജൂലൈ 29, 2026 വരെ ഉള്ളതാണ് ആഷാഢ മാസം. അപ്പൊ മിഥുനം കർക്കിടകം 2 മാസങ്ങളിൽ ജോയിൻ ചെയ്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മിഥുന മാസത്തിലെ അവസാനത്തെ 2 ശനിയാഴ്ചയും കർക്കിടക മാസത്തിലെ ആദ്യത്തെ 2 ശനിയാഴ്ചയുമാണ് ഈ ഞാൻ പറയുന്ന 4 ശനിയാഴ്ചകൾ. ആഷാഢ മാസത്തിലാണ് വരുന്നത്. ആഷാഢ മാസം 2026 ജൂൺ 30 തുടങ്ങുകയാണ്. 2026 ജൂലൈ 29 അവസാനിക്കും. ഈ ആഷാഢ മാസത്തിലെ 4 ശനിയാഴ്ചകളാണ്. ഈ ആഷാഢ മാസത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്ണു പ്രീതിക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു മാസം ആണ് ആഷാഢ മാസം. ഭഗവാന്റെ പ്രീതിക്ക് ഈ മാസത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരെ, ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ, ഭഗവാനെ വിളിക്കുന്നവരെ ശുദ്ധ മനസ്സോടെ ഭഗവാൻ എല്ലാ പാവങ്ങളും അവരുടെ ഇല്ലാതാക്കി അവർക്ക് സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും സർവ്വ അനുഗ്രഹങ്ങളും നൽകുകയും ഭഗവാനിൽ മോക്ഷം വരെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അതിനപ്പുറത്ത് വേറെ എന്താണ്? ഹന്തഭാഗ്യം ജനാന, അതിനപ്പുറത്ത് എന്താണ് വേണ്ടത്? അപ്പൊ ഞാൻ 4 ശനിയാഴ്ചകൾ എന്താണ് ചെയ്യേണ്ടത്? അതോടൊപ്പം ഒരു ഡേറ്റ് കൂടെ പറയുന്നുണ്ട്, ജൂലൈ 29 അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. അത് അവസാനം പറഞ്ഞുതരാം.
ജൂലൈ 29, അത് വേറെ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ ജൂലൈ 29 കുറിച്ച് അറിയുന്നത്. ഇതുപോലെ തന്നെ അതിന്റെ പ്രത്യേകത ഇത് കഴിഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾ കാണുന്ന പരമ പുണ്യമാണ്. നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ദൈവം നിങ്ങളെ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് വലിയ പുണ്യമായി അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ഈ ആഷാഢ മാസത്തിൽ ഞാൻ അമ്പലപ്പുഴ പോകുന്നുണ്ട്. ജൂലൈ 2 തീയതി രാവിലെ ഒരു 7 മണിയാകുമ്പോൾ അമ്പലത്തിൽ ചെല്ലും, ഭഗവാനെ കയറി കാണും, തൊഴുതിട്ട് അവിടെ അല്പനേരം ഇരിക്കും, ഒരു 1/4 മണിക്കൂർ ഇരിക്കും. അപ്പോഴാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വല്ലതും ചോദിച്ചാൽ ഞാൻ എനിക്കറിയാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ആഷാഢ മാസം നിങ്ങളും പ്രയോജനപ്പെടുത്തുക. ഞാൻ ഈ ശനിയാഴ്ചകൾ, ആഷാഢ മാസത്തിലെ ഈ 4 ശനിയാഴ്ചയെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ. അത് ഏറ്റവും പുണ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ, ലളിതമായ കാര്യങ്ങൾ. അത് ആവശ്യമുള്ളവർക്ക് ചെയ്യും. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അത് നിങ്ങൾ ചെയ്യുന്ന രീതി കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാവുള്ളൂ, ഒരു സമയം, ഒരു ദിവസം ഒരു കാര്യം ചോദിക്കാവുള്ളൂ. പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ നല്ല കാര്യം പറഞ്ഞുതരാം. ചുരുക്കിയേ ചോദിക്കാവുള്ളൂ, അതിന് ഫീസൊന്നുമില്ല. വിശകലനം ചെയ്യുന്നതിന് ഒരു നിശ്ചിത ഫീസുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളൂ, അല്ലാത്തവർ ചെയ്യേണ്ട. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരെയും യേശു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളായി പറയാൻ പോകുന്നത്. ഇതൊന്നും എൻ്റെ കഴിവില്ല, ഞാൻ ആദ്യം പറഞ്ഞേക്കാം. എനിക്ക് അറിവില്ല, എനിക്ക് കഴിവില്ല. ഇത് ഭഗവാൻ നമ്മളെ ആ ഒരു അവസ്ഥയിൽ ഭഗവാൻ നൽകിയ ജ്ഞാനമായി പറഞ്ഞു തരുന്നത് കേട്ടോ. ഭഗവാന് നന്ദി പറയുക. നിങ്ങളുടെ പുണ്യം കൊണ്ടാണ് നിങ്ങളിത് കാണുന്നത്. നിങ്ങളെ ഞാൻ നമിക്കുന്നു. കാരണം നിങ്ങളും പുണ്യമുള്ളവർ തന്നെയാണ് ഇത് കാണുന്നവർ. എല്ലാം പറഞ്ഞുതരാം. ഒരുപാട് നേരം വൈകിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ക്ഷീണമുണ്ട്. എങ്കിലും ഞാൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. കാരണം എൻ്റെ വീഡിയോ ദിവസം കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതൊരു പ്രതീക്ഷയാണ് അവരുടെ ജീവിതത്തിലേക്കുള്ള. പിന്നെ അവരുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാകുമ്പോൾ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. അങ്ങനെ ജീവിതത്തിലെല്ലാം ഒരുപാട് സമ്പത്തായും ഉയർച്ച ഉണ്ടായും എത്ര ആളുകളുടെ ജീവിതമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത് പറഞ്ഞു തരികയാണ്. അതായത് മിഥുനം കർക്കിടക മാസമാണ് ആഷാഢ മാസം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം മിഥുന മാസത്തിലെ അവസാനത്തെ 2 ശനിയാഴ്ചയും കർക്കിടക മാസത്തിലെ ആദ്യത്തെ 2 ശനിയാഴ്ചയും ചേരുന്ന ആ 4 ശനിയാഴ്ചയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആഷാഢ മാസം തുടങ്ങുന്നത് ജൂൺ 30 2026, അവസാനിക്കുന്നത് ജൂലൈ 29. അപ്പം 2026 ജൂൺ 30 മുതൽ 2026 ജൂലൈ 29 വരെ ആഷാഢ മാസമാണ്. ഈ 4 ശനിയാഴ്ചയും ആഷാഢ മാസത്തിനുള്ളിലാണ്. പക്ഷെ 2 മാസം വരും. മിഥുനത്തിന്റെ അവസാന 2 ശനിയാഴ്ചയും കർക്കിടകത്തിന്റെ ആദ്യത്തെ 2 ശനിയാഴ്ചയും അങ്ങനെ അത്രയും ഈ 4 ശനിയാഴ്ചയും വരുന്നത് ആഷാഢ മാസത്തിൽ തന്നെയാണ്. അപ്പൊ ആഷാഢ മാസത്തിലെ 4 ശനിയാഴ്ചകൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു കേട്ടോണം. പരമാവധി നിങ്ങൾ ഭഗവാനെ സ്മരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ശനിയാഴ്ച രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഞാനീ പറയുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. ഓം കൃഷ്ണായ നമ ജപിച്ച് ഒരു നെയ്വിളക്ക് സമർപ്പിക്കണം. സമ്പത്തോ ഐശ്വര്യ ഉയർച്ചയൊക്കെ ആവശ്യപ്പെടണം. അതിനുശേഷം പാൽപ്പായസവും ഒരു തുളസിമാല, അത് ഒരു തുളസിമാലയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, ഇത് 3 കൂടെ ഒന്നിച്ച് പിടിച്ച് ആ തുളസിമാലയെ വെള്ളം തെളിച്ച് ഓം ദേവകീ നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്, ഈ ഭഗവാന്റെ കൃഷ്ണന്റെ ഗായത്രി ജപിച്ച് ഭഗവാനെ എനിക്ക് സർവ്വതും ഭഗവാനെ സമർപ്പിക്കുന്നു, സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാം ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, എല്ലാം അങ്ങയിൽ തന്നെ സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഭഗവാനെ ലയിച്ച് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. ഇത് രാവിലെ ചെയ്യുക. ഇത് വൈകുന്നപാട് പോയി ഒരു നെയ്വിളക്ക് മാത്രം ഓം കൃഷ്ണായ നമാന്ന് ജപിച്ച് ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുക. എന്താവശ്യപ്പെട്ടാലും അവസാനം പറയണം ഇത് ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് പറയുക. പിന്നെ ബാക്കിയെല്ലാം ഭഗവാന്റെ ഇല്ല, മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊന്നുമില്ല, അവിടെ സമർപ്പിക്കുക. ബാക്കിയെല്ലാം ഭഗവാന്റെ ഇഷ്ടം.
അങ്ങനെ പറയാവുള്ളൂ. അല്ലാതെ എനിക്ക് ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞാൽ പിടിച്ചു മേടിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഭഗവാനോട് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് അവസാനം പറയണം, എല്ലാം ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം എന്ന് മാത്രം പറയുക. അപ്പം ഭഗവാൻ എല്ലാം നൽകും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഈ ആഷാഢ മാസത്തിൽ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. പിന്നെ ഈ 4 ശനിയാഴ്ചകളിൽ, അതായത് ജൂലൈ 4, ജൂലൈ 11, ജൂലൈ 18, ജൂലൈ 25, ഈ 4 ശനിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച വൈകുന്നപാട് ഭഗവാൻ ഒരു സെറ്റ് മുണ്ട് സമർപ്പിക്കുക. അതുകൂടി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ രാവിലെ പോകാൻ പറ്റുന്നവർ ഈ 2 നേരവും ചെയ്താൽ ഞാനീ പറഞ്ഞ ഫലം ഉണ്ടാകും. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾക്ക് പറ്റത്തുള്ള രാവിലെ പറ്റുന്ന കാര്യം ചെയ്യുക, വൈകിട്ട് പറ്റത്തുള്ള വൈകിട്ട് പറ്റുന്ന കാര്യം ചെയ്യുക. അതെല്ലാം അനുഗ്രഹം കിട്ടും. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ചെയ്താൽ വളരെ നന്നായിരിക്കും. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ അവരവർക്ക് പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പം ഈ നമ്മൾ രാവിലെ പോകുമ്പോൾ ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച് നെയ്വിളക്ക് സമർപ്പിച്ചിട്ടാണല്ലോ നമ്മൾ. പിന്നെ തുളസിമാല കയ്യിൽ പിടിച്ച് ഒരു തുളസിയിലയുടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുളസിയിലയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ എത്ര തലമുറ അനുഭവിച്ചാലും തീരത്തില്ല എന്ന് അറിയുക. ഒരു തുളസിയിലയുടെ പുണ്യം. അപ്പൊ അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സന്തതി പരമ്പരകൾക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ പിതൃ ദോഷങ്ങളും മാറും, കുടുംബപരമായ എല്ലാ ദോഷങ്ങളും മാറും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ആഷാഢ മാസത്തിലെ ശനിയാഴ്ച രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് തുളസിമാലയും ഒരു പാൽപ്പായസത്തിന്റെ രസീതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി 3 കൂടെ ഒന്നിച്ച് പിടിച്ച് തുളസിമാല വെള്ളം തെളിച്ച് കൃഷ്ണ ഗായത്രി ജപിച്ചാണ് നമ്മൾ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന ആവശ്യം മനസ്സിൽ പറഞ്ഞാൽ മതി. കൃഷ്ണ ഗായത്രി ജപിച്ച് ഓം ദേവകീ നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് എന്ന് ജപിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ പറഞ്ഞ് ഭഗവാനെ ഒരു തുളസിയിലെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സന്തതി പരമ്പരകൾക്കും തരണേ. ആ പ്രാർത്ഥനയല്ല, മനസ്സിൽ മതി. മന്ത്രം ജപിക്കുന്ന ഭാഗം കൊണ്ട് ജപിച്ചാൽ മതി. ഇനി മനസ്സിൽ മന്ത്രം ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൃഷ്ണ ഗായത്രി മനസ്സിൽ ജപിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഭഗവാനെ വേണ്ട കാര്യങ്ങൾ, സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച, സർവ ദുരിതങ്ങളും മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും എന്ത് പ്രാർത്ഥിച്ചാലും അവസാനം 1000 ആരോഗ്യ സമ്പൽ സമൃദ്ധി കൂടെ പ്രാർത്ഥിച്ചോണം. ആയുസ്സും ആരോഗ്യം ഇല്ലാതിട്ട് എന്നാ ഉണ്ടായിട്ട് കാര്യം എന്താ? അത് ലോജിക്. അതുകൂടെ പ്രാർത്ഥിച്ചോണം. 1000 ആരോഗ്യ സമ്പൽ സമൃദ്ധി നമ്മൾ ഉണ്ടായാലല്ലേ നമുക്ക് സൗഭാഗ്യം കിട്ടിയിട്ട് കാര്യമുള്ളൂ. നമുക്ക് അനുഭവിക്കാനുള്ള ഇത് വേണ്ടേ. അപ്പൊ അതുകൂടെ പ്രാർത്ഥിച്ചോണം. എന്നിട്ട് അവസാനം പറയണം, ഭഗവാനെ ഞാൻ എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, എല്ലാം അങ്ങയുടെ ഇഷ്ടം എന്നൂടെ പറയുക മനസ്സുകൊണ്ട്. അവിടെ കഴിഞ്ഞു. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ശരിയാകുമോ, നടക്കും, ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഭഗവാന്റെ ഒരു അനുഭൂതി എനിക്ക് ഉണ്ടായി വരുന്നുണ്ട്. കാരണം ഈ വാക്കുകളെല്ലാം ഇങ്ങനെ ഒഴുകുന്നത് ഭഗവാന്റെ ഒരു ഭഗവാന്റെ അനുഭൂതി എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതത്ര ഒരു സന്തോഷത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നൽകും. ഇത് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട്. അതായത് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചിട്ടാണ് കൃഷ്ണ ഗായത്രി ജപിക്കുന്നത്. അപ്പം ഭഗവാന്റെ ഒരു മന്ത്രം ജപിച്ചിട്ട് ആ ഗായത്രി ജപിക്കുമ്പോഴാണ് ആ ദേവതയുടെ പൂർണ്ണ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത്. അല്ലാതെ ഗായത്രി ജപിച്ചിട്ടല്ല ആ മന്ത്രം ജപിക്കേണ്ടത്. ആദ്യം മന്ത്രം ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചിട്ടാണ് ഗായത്രി ജപിക്കേണ്ടത്. അപ്പോഴാണ് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത്. അതൊരു രഹസ്യവിദ്യ അറിയുക. അപ്പൊ നമ്മളിത് ആഷാഢ മാസത്തിൽ ഈ 4 ശനിയാഴ്ച ഇങ്ങനെ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക. അപ്പം ഭഗവാനോടുള്ള ഭക്തി ആയിരിക്കണം നിങ്ങൾക്ക്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്കണം. എന്നിട്ട് വേണം ഇതെല്ലാം അവിടെ സമർപ്പിക്കാൻ. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നും ചിന്തിക്കുകയും ചെയ്യരുത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയങ്ങളും പ്രതിസന്ധികളും അപമാനങ്ങളും ഒക്കെ ഉള്ളവരാ. ഇതെല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. ചിലർ പറയുന്നില്ല, ചിലർ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും ഉള്ളവരാ. ഇതെല്ലാം നമ്മളങ്ങ് മറക്കുക. ആ സമയം അത് മറന്നാൽ മാത്രമേ നമ്മുടെ പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശ്രദ്ധ ഭഗവാനിൽ ചെല്ലത്തുള്ളൂ. അല്ലെ പകുതി മനസ്സേ ചെല്ലത്തുള്ളൂ പ്രാർത്ഥിക്കുമ്പോൾ. അത് പാടില്ല. മനസ്സ് മുഴുവൻ ഭഗവാനിൽ ചെല്ലണം. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ എല്ലാ കാര്യങ്ങളും മറക്കുക ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കഴിഞ്ഞും ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്, ഇത് ഫലം കിട്ടുമോ എന്നൊന്നും ചിന്തിക്കരുത്. ഭഗവാനെ തരട്ടെ, ഭഗവാനെ സമർപ്പിച്ച് ബാക്കി ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാൻ എന്ത് വന്നാലും സ്വീകരിക്കും എന്നുള്ള മനസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഭഗവാൻ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നത്.
നമ്മൾ ഈ വഴിപാട് നടക്കി വെച്ചു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു ആശങ്കയുള്ളതുകൊണ്ട് ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഭഗവാന്റെ ഇഷ്ടം പോലെ ഭഗവാൻ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് വിചാരിക്കുന്ന ഭക്തനിലാണ് ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നു. കാരണം അവനാണ് മനഃശുദ്ധി ഉള്ളത്, അവനാണ് ഭഗവാനെ വിശ്വാസം ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എല്ലാവർക്കും ഉണ്ട് വിശ്വാസം. ആ വിശ്വാസം അല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥ കറകളഞ്ഞ ശുദ്ധമായ മനസ്സുള്ളവർ, ഭഗവാൻ എന്തു തന്നാലും ഞാൻ സ്വീകരിക്കൂ എന്ന മനസ്സുള്ളവനാണ് കറകളഞ്ഞ ഭക്തിയുള്ളവർ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ രഹസ്യങ്ങളാണ്, നിങ്ങൾ അറിയുക. ഇതൊക്കെ അറിയുമ്പോഴാണ് ആ ഭഗവാൻ നിങ്ങളിലേക്ക് വരുന്നത്. സത്യസന്ധമായ ദൈവികമായ അറിവുകളാണ് പറയുന്നത്. ഇത് വേറെ ഒരാളും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇത് ഇങ്ങനെ 4 ശനിയാഴ്ച നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ മനസ്സുകൊണ്ടും വാഗൊണ്ടും ജപിക്കാം. പക്ഷെ പറ്റുമ്പോഴൊക്കെ വാഗൊണ്ട് ജപിക്കുക, അല്ലാത്തപ്പോൾ മനസ്സുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെയും വൈകിട്ടും ഒക്കെ. എന്ന് വെച്ചാൽ ജോലിക്കടയിലോ വണ്ടിയെ ഇരിക്കുമ്പോഴോ അല്ലെ വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും ജപിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ രാവിലെയും വൈകിട്ടും വാഗൊണ്ട് ജപിക്കണം. അല്ലാത്തപ്പോൾ മനസ്സുകൊണ്ട് ജപിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ നാമങ്ങൾ ജപിക്കണം? ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ. കേട്ടുകൊള്ളണം. അതാണ് കണക്ക്. അവിടെ അഷ്ടാക്ഷരമാകത്തുള്ളൂ, 8 അക്ഷരമാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ അതായത് ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷമാക്കിയ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് നാരദൻ ധ്രുവൻ ഉപദേശിച്ചു കൊടുത്തതാണ്. ഈ മന്ത്രം ജപിച്ചാണ് ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ജപിക്കുന്നത് മഹാപുണ്യമാകട്ടോ, സർവ്വഭാവങ്ങളും മാറിക്കിട്ടും. പിന്നെ ഓം കൃഷ്ണായ നമ. പിന്നെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, ജഗത്തിന്റെ നാഥനായ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, ഗദയും ചക്രവും ഒക്കെ ധരിച്ച ഭഗവാനെ. നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും, സർവ്വ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന ഭഗവാനെ. സമസ്താപരാധം, സമസ്ത തെറ്റുകുറ്റങ്ങളും. സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ, ക്ഷമിക്കണേ അഖിലം നിറഞ്ഞ ഈശ്വര. ഇതും ജപിക്കാം, പരമപുണ്യമാണ്. നിങ്ങൾ ഈ ആഷാഢമാസത്തിൽ നിങ്ങൾ പറ്റുന്ന അത്ര വെറുതെ ഇരിക്കുമ്പോൾ, ജോലിക്കടയിലോ ഒന്നും ജപിക്കരുത്, റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നുമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ പറ്റുന്നത്ര മനസ്സ് ജപിക്കുക. പിന്നെ രാവിലെ വൈകിട്ടും വാഗൊണ്ട് ജപിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുക, വസ്ത്രദാനങ്ങൾ ചെയ്യുക. ഭഗവാനെ നിങ്ങൾക്ക് ഈ ആഷാഢമാസത്തിലെ വ്യാഴാഴ്ചകളും ഞായറാഴ്ചകളും ഒക്കെ ഭഗവാനെ ഏത് ദിവസം വേണേലും പോയി തൊഴാം. അതും ഒക്കെ ചെയ്തോണം. പക്ഷെ ഈ ശനിയാഴ്ചകൾ ഞാൻ പറഞ്ഞ ഈ രീതി ചെയ്യുക. ഭഗവാന്റെ പരമമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. പരമമായ അനുഗ്രഹം. ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ 4 ശനിയാഴ്ചകളിൽ ഒരു ശനിയാഴ്ച ഭഗവാന് സെറ്റ് മുണ്ട് സമർപ്പിക്കണമെന്ന്. അത് പെട്ടെന്ന് ആ ദാനം അത് ഭഗവാനെ സമർപ്പിക്കുന്നത് ഭയങ്കര അനുഗ്രഹം ഉണ്ടാവും. മനസ്സിലായോ? അതിലൊക്കെ കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു മാസം കഴിയുന്നത്ര നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. ഇനി കുറ്റം പറയണമെന്ന് നിർബന്ധമുള്ളവർ അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കുക. ഇനി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞേ പറ്റൂ എന്നുള്ള ചില ആളുകളുണ്ടല്ലോ. ചുമ്മാ ഇരുന്നാലും റോഡിൽ കൂടെ പോകുന്നവരെ വിളിച്ച് അവരുടെ കുറ്റം, നാട്ടുകാരുടെ കുറ്റം, അയൽവക്കക്കാരുടെ കുറ്റം, ഇങ്ങനെ ചിലർക്ക് ഒരു സുഖമാണ്, ഒരു ടെൻഡൻസിയാണ്. പക്ഷെ അതൊരിക്കലും പാടില്ല, അത് തെറ്റായ കാര്യം കേട്ടോ. അതൊക്കെ മാറിയാലേ നമ്മുടെ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ. അന്യരെ ദുഷിക്കുന്നത് നിർത്തണം. അന്യരെ ദുഷിക്കുന്നവർക്ക് ഭഗവത് പ്രീതി ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ച് കുറ്റം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിച്ചേക്കണം. ഭഗവാനെ മനസ്സിൽ കണ്ട് ആ ടെൻഡൻസി അങ്ങ് മാറിക്കോളൂ. ഇനി അതല്ല, ചില ആളുകൾ കുറ്റം പറഞ്ഞാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ ഈ മാസം എന്നുള്ളത് അങ്ങ് മാറ്റി വെക്കുക. ഒരു മാസം അവധി കൊടുക്കുക. ഒരു മാസം നിങ്ങളങ്ങ് അവധി കൊടുക്കുക. കുറ്റം പറഞ്ഞാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു മാസം അങ്ങ് അവധി കൊടുക്കുക. അടുത്ത മാസം പറഞ്ഞാൽ മതി. നിർബന്ധമുള്ളവർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കുറ്റം പറയാതിരിക്കുക. കഴിവതും സ്വാത്വിക ഭക്ഷണം, ഇറച്ചി മീനൊക്കെ ഒഴിവാക്കുക. സാത്വിക ഭക്ഷണം കഴിക്കുക. മത്സ്യം മാംസം ഇറച്ചിയൊക്കെ ഒഴിവാക്കുക. നല്ല സ്വാത്വിക ഭക്ഷണങ്ങൾ കഴിക്കുക. അതോടൊപ്പം ഉച്ചയുറക്കം കഴിവതും ഒഴിവാക്കുക. അന്യരെ ദുഷിക്കാതിരിക്കുക. പൊങ്ങച്ചം പറയാതിരിക്കുക. ഞാനെന്നുള്ള അഹങ്കാരം കഴിവതും മനസ്സിൽ നിന്ന് മാറ്റുക. പക്ഷിമൃഗാദികൾക്ക് പറ്റുന്നത്ര ആഹാരം കൊടുക്കുക. അതുപോലെ വൃക്ഷലതാദികൾക്ക് ജലമൊക്കെ ഒഴിക്കാം. മറ്റുള്ളവരെ പറ്റുന്ന പോലെ സഹായിക്കാം. നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെ വാക്കുകൊണ്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുക, സന്തോഷം കൊടുക്കുക. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് ഹൈ പൊസിഷനിലുള്ളവരുണ്ട്, സാധാരണ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ളവരുണ്ട്. ഇവരൊക്കെ വിചാരിച്ചാൽ പല ആളുകൾക്കും മനസ്സിലൊരിച്ചിരി ആശ്വാസമൊക്കെ കൊടുക്കാം. ഡോക്ടർമാരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ളവരുണ്ട്.
ഇവരൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നവർക്ക് ഒരു മനസ്സുകൊണ്ടൊരു സമാധാനമെങ്കിലും സന്തോഷമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. പരമപുണ്യമാണ്. മനസ്സിലായില്ലേ? അതുപോലെ നേഴ്സുമാരുണ്ട്, ഒരുപാട് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ മുന്നിൽ ആര് വരുന്നോ അവരൊക്കെ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ നന്മ പറയുക, അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ പറയുക. അതപ്പോൾ നിങ്ങൾ ഭഗവാൻ പ്രവർത്തിക്കും. നിങ്ങൾ ചെയ്ത് നോക്കും. ഒരു മനുഷ്യന്റെ ഒരു മനസ്സ് തണുക്കുമ്പോൾ, ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ എവിടെയൊക്കെ കയറി ചിലപ്പോൾ ആദിയോടെ ആയിരിക്കും. കാരണം ആ വിഷമിക്കുന്നവനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇപ്പൊ ഒരു 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 കയ്യൂക്കുള്ളവനോ അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഉള്ളവനോ അല്ലെങ്കിൽ പിടിപാടുള്ളവനോ ഒക്കെ പെട്ടെന്നൊക്കെ ഓരോ കാര്യങ്ങൾ സാധിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവര് ആ ഓരോ സർക്കാർ അല്ലെ ഏത് ഓഫീസ് ആയിക്കോട്ടെ, അല്ലെ ഒരു ആശുപത്രികളായിക്കോട്ടെ, അല്ലെ ഡോക്ടറിന്റെ അടുത്തായിക്കോട്ടെ, നേഴ്സ്, അവരൊക്കെ ദൈവം പോലെയാണ് അവർ കാണുന്നത്. അപ്പൊ അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അവസരമാണ് മറ്റുള്ളവരെ സേവിക്കാൻ. അത് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ നല്ല രീതിയിൽ അവരോട് ഇടപെടുക. പക്ഷെ അന്യായമായിട്ടൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് ന്യായമായ സത്യസന്ധമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ സന്തോഷത്തോടെ സംസാരിക്കുക. ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഈ ഒരു മാസമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ അറിയാം അതിന്റെ വ്യത്യാസം. മനസ്സിലായോ? ഈ മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഈ ആഷാഢ മാസം. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ അറിയാം, ഇതായിരുന്നല്ലോ ഞാൻ ചെയ്യേണ്ടത്, ഇതായിരുന്നല്ലോ ഞാൻ അറിയേണ്ടതെന്ന് മനസ്സിലാവും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി പോലും അവസാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കൈ വെളിയിലേക്ക് ഇട്ടേക്കണം എന്ന് പറഞ്ഞു മരിച്ചു കഴിയുമ്പോൾ. കാരണം അദ്ദേഹം ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. അദ്ദേഹം ഒരുപാട് പടയോട്ടങ്ങൾ നടത്തി, ഒരുപാട് സ്വത്തുക്കളും രത്നങ്ങളും ഒക്കെ. വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? മനുഷ്യന് നമുക്ക് നന്മ ചെയ്യുക പറ്റുന്ന അത്ര, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലല്ല ജീവിതം. അത് ഈശ്വരൻ തീരുമാനിക്കുമ്പോൾ തീരും. അതുവരെയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. അവരുടെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. നമുക്ക് സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ടല്ലോ, അതുപോലെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും അത് അവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്, അത് അവർ അനുഭവിക്കട്ടെ. നമ്മളെല്ലാവരുടെയും കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ പോകരുത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ പോകരുത്. അവരുടെ സ്വാതന്ത്ര്യം അവരെ ആസ്വദിക്കട്ടെ. അപ്പോഴതൊക്കെ ഈശ്വരീയമായ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോഴാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത്. അപ്പം ഇനിയും പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ജൂലൈ 29-ാം തീയതി അതിനെക്കുറിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അന്ന് ആഷാഢ മാസത്തിലെ പൗർണമിയാണ്. അന്ന് നിങ്ങൾ ഗുരുപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസമാണ്. അന്ന് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഓം ബൃഹസ്പതയേ നമ എന്ന മന്ത്രം കഴിയുന്നത്ര മനസ്സിൽ ജപിക്കുക. വ്യാഴത്തിന്റെ, അതായത് ജ്യോതിഷത്തിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഈ ഗ്രഹനിലകളിലൊക്കെ വ്യാഴം പിഴച്ചു നിൽക്കുന്നവരും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ കണ്ടിട്ടുണ്ട്. വ്യാഴം എന്ന് വെച്ചാൽ ദൈവാധീനം, അതില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം വ്യാഴപ്രീതി ഉണ്ടാകും. വ്യാഴം ഗുരുവും കൂടിയാണ്, ബൃഹസ്പതിയും കൂടെയാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും, വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഓം ബൃഹസ്പതയേ നമ എന്ന് പറ്റുന്നത്ര മനസ്സിൽ ജപിക്കണം. അന്നേ ദിവസം നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. ഭഗവാൻ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഓം ശ്രീകൃഷ്ണായ ശരണം മമ, ഒന്നുകൂടെ പറയാം, ഓം ശ്രീകൃഷ്ണായ ശരണം മമ എന്ന് പ്രാർത്ഥിച്ച് നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നടക്കി വെക്കണം. പരമപുണ്യമാണെന്ന്. ബുധനാഴ്ചയും ആഷാഢ മാസത്തിലെ പൗർണമിയും കൂടാണ്. എന്നിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിലും പോകണം. ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം പോയാലും മതി. 2 പഴുത്ത കദളിപ്പഴം, ഒരു കൂവളത്തിലർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിൻവിളക്ക് സമർപ്പിച്ച് ഭഗവാനെ ദക്ഷിണമൂർത്തിയായി സങ്കല്പിച്ച് ലോകഗുരുവും ജ്ഞാനത്തിന്റെ ഉറവിടവും ആയി ഭഗവാൻ ശിവനെ സങ്കല്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ രുദ്രായ മമ ഐശ്വര്യം ഭഗവത് കൃപ എന്നും കൂടെ പറയുക. ഓം നമോ ഭഗവതേ രുദ്രായ മമ ഐശ്വര്യം ഭഗവത് കൃപ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വെക്കുക. ഇത് ചെയ്യുക. പിന്നെ നിങ്ങൾ അന്നേ ദിവസം ഗുരുക്കന്മാരുടെ ഏതെങ്കിലും സമാധി സ്ഥലങ്ങൾ അറിയാമെങ്കിൽ അവിടെ പോയി പറ്റുന്ന പോലെ ചെയ്യുക. ഇതിപ്പോ നിങ്ങൾ പല ആളുകളും പലതാ ചെയ്യുന്നത്. നിങ്ങൾ ഗുരുക്കന്മാരുടെ സമാധികൾ ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ ഒരു സാമ്പ്രാണി, നെയ്യ്, ഒരു ദക്ഷിണ ഇതൊക്കെ സമർപ്പിച്ച് ഗുരുചരണം ശരണം എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന അത്ര മനസ്സിലും ഗുരുചരണം ശരണം എന്ന് ജപിക്കാം.
ഇത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ജൂലൈ 29 2026 ബുധനാഴ്ച, ആഷാഢ മാസത്തിലെ പൗർണമി. ഗുരു എന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെയാണ്. ഗുരുക്കന്മാർക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. നിങ്ങൾ ഒന്ന് പരമാവധി ഞാനീ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കണം. ഓം ബൃഹസ്പതയേ നമ, കേട്ടല്ലോ. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ചില മന്ത്രം പറഞ്ഞു, ശിവക്ഷേത്രത്തിൽ പോയി ചില മന്ത്രം പറഞ്ഞു. ഈ ശിവക്ഷേത്രത്തിൽ രാവിലെ പോകാം, വൈകിട്ട് പോകാം കേട്ടോ. ഞാൻ വൈകിട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, രാവിലെ പോകാം, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ സദാശിവ സമാരംഭ, കേട്ടോണം. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേം ഗുരുപരമ്പര, വന്ദേം ഗുരുപരമ്പര, വന്ദേം ഗുരുപരമ്പര. ഇത് ആത്മാർത്ഥമായിട്ട് ജപിക്കുക. സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യനിലൂടെ അസ്മദാചാര്യൻ, ഇപ്പോഴുള്ള ആചാര്യൻ വരെ എത്തി നിൽക്കുന്ന ആ ഗുരുപരമ്പരയെ ഞാൻ വന്ദിക്കുന്നു. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേം ഗുരുപരമ്പര, വന്ദേം ഗുരുപരമ്പര, വന്ദേം ഗുരുപരമ്പര. അസ്മദാചാര്യൻ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ആചാര്യൻ വരെ എത്തി നിൽക്കുന്ന പരമ്പരയെന്നുള്ളൂ. പിന്നെ ആരെ വന്ദിക്കണം? അന്നേ ദിവസം ഓം ശരവണ ഭവ പറ്റുന്നത്രയും ജപിക്കുക. ഓം ശരവണ ഭവ മനസ്സിൽ ജപിക്കുക. എന്തുകൊണ്ടാ ശരവണ ഭവ ജപിക്കണമെന്ന് പറഞ്ഞത്? സ്വാമിനാഥൻ ആരാ? മുരുകൻ. ലോക ഗുരുവും പരമ ഈശ്വരനും പരബ്രഹ്മവും ശിവനും പാർവതീദേവിയും എല്ലാം ആ മുരുകൻ. ഭഗവാനില്ലാതൊരു വിദ്യയില്ല, ഭഗവാനില്ലാതൊരു അറിവില്ല, ഭഗവാനില്ലാതൊരു സിദ്ധിയില്ല, ഭഗവാനില്ലാതൊരു ജ്ഞാനമില്ല. ഈ യോഗികളും മഹർഷിമാരും സിദ്ധന്മാരും എല്ലാം മുരുകനെ വണങ്ങി ഭഗവാന്റെ അനുഗ്രഹം നേടിയാണ് ജ്ഞാനം നേടിയിരിക്കുന്നത്. എന്നിട്ടാണ് ശിവനിലേക്ക് പോകുന്നത്. അമ്മ പാർവതീദേവിയുടെ അനുഗ്രഹവും മുരുകന്റെ അനുഗ്രഹവും എല്ലാം നേടിയിട്ടാണ് ശിവനിലേക്ക് പോകുന്നത്. അല്ലാതെ ആ ശിവന്റെ അടുത്ത് എല്ലാം പറ്റത്തില്ല. അപ്പം ഭഗവാനെ വിളിക്കണം. പിന്നെ ഓം നമോ ഭഗവതേ ജഗത് പ്രസൂന്യേ നമ, അതായത് ലോകത്തിന്റെ ഉറവിടമായ, ശക്തിയുടെ ഉറവിടമായ പാർവതീദേവിയെ കൂടെ വിളിക്കണം. ഓം നമോ ഭഗവതേ ജഗത് പ്രസൂന്യേ നമ. പിന്നെ ഓം അഗത്തീശായ നമ ജപിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഓം അഗത്തീശായ നമ, ഓം അഗത്തീശായ നമ ജപിച്ചാൽ എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. അപ്പൊ അന്നേ ദിവസം നിങ്ങൾ പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് ജപിക്കുക. നിങ്ങൾ ഗുരുക്കന്മാരുടെ സമാധി പോകാൻ പറ്റുമെങ്കിൽ പോവുക. അത് രാവിലെ പോകണം, വൈകിട്ട് പോകരുത്. പിന്നെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ രാവിലെ പോയി ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക. പിന്നെ ശിവക്ഷേത്രത്തിൽ രാവിലെ വൈകിട്ടോ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം. നിങ്ങളിത് അന്നേ ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ രാവിലെ വൈകിട്ടോ പോകാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യണം. ദാനധർമ്മങ്ങൾ പറ്റുന്ന പോലെ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണത്. ഇനിയും ഞാൻ 2 കാര്യങ്ങളൂടെ പറഞ്ഞു തന്നിട്ട് നിർത്തുകയാണ്. ഏതൊരാളുടെയും ജീവിതം രക്ഷപ്പെടാൻ 2 കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ്. 1, നിങ്ങൾ രാവിലെ അല്പം കുങ്കുമം എടുത്ത് അത് ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിച്ച് തൊടുക. വട്ടത്തിൽ തൊടണം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വേണേൽ തുടച്ചു കളയാം. ആ മന്ത്രം ഇതാണ്: ഓം ഹ്രീം, ഹായാണ്, കായല്ല, ഒന്നുകൂടെ പറയാം. ഓം, ഒരു ഹ്രീമേ ഉള്ളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ്യ ആകർഷ്യ സ്വാഹ. ഈ മന്ത്രം ചുവന്ന വസ്ത്രങ്ങൾ ഉടുത്ത് ശിവന്റെ മുന്നിൽ ആ വർണ്ണമാല്യവുമായി നിൽക്കുന്ന പാർവതീദേവിയെ സങ്കല്പിച്ച് ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ ജപിച്ച്, വാഗുകൊണ്ട് ജപിച്ച് നിങ്ങൾ ഈ കുങ്കുമം വട്ടപ്പൊട്ടായിട്ട് തൊടുക. രാവിലെ നിത്യവും ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് തൂത്ത് കളയാൻ, കുഴപ്പമില്ല. 1, നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും തീരാൻ ഒരു ദോഷങ്ങളും ബാധിക്കത്തില്ലെന്നുള്ളതാണ്. ഒരു ബാധാദോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു
സർപ്പദോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ദൃഷ്ടിദോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളുടെ സ്വാധീനമായിക്കോട്ടെ, എല്ലാം മാറിക്കിട്ടുമെന്നുള്ള അത്ഭുതകരമായ കാര്യം. കാരണം ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് പലർക്കും പല പ്രയോജനങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രഹനാഥന്റെയോ ഗ്രഹനാഥയുടെയോ പേരിൽ മാസത്തിലൊന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവ, പിന്നെ രാവിലെ കടുംബായുസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയല്ല, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഇത് മാസത്തിലൊന്ന് ചെയ്തിരിക്കണം. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ കുടുംബത്തെ അലട്ടത്തിലെന്നുള്ള വലിയ മാറ്റം ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ആ എല്ലാ ദുരിതങ്ങളും മാറി നിൽക്കും. ഇത് ഏതൊരു ഹൈന്ദവ വിശ്വാസിയും ചെയ്യേണ്ട കാര്യമാണ്. 27 നക്ഷത്രക്കാർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. കാരണം ഈ ദേവിയിലാണ് എല്ലാം. ദേവി എന്ന് പറഞ്ഞാൽ ദേവിയിലാണ് സർവ്വ കാര്യങ്ങളും ഇരിക്കുന്നത്. അത് നിങ്ങൾ അറിയുക. സർവ്വതും ദേവിയിലായിരിക്കുന്നത്. ദേവി വിചാരിക്കാതെ ഒന്നും നടക്കത്തില്ല. അമ്മ പാർവതി ദേവി, അമ്മയിലാണ് സർവ്വതും ഇരിക്കുന്നത്. അമ്മ വിചാരിച്ചാൽ തന്നെ ഇത്ര സമയം മതി ജീവിതം മാറാൻ. അറിയാവോ? അവിടാണ് മാറ്റം തുടങ്ങുന്നത്. അപ്പൊ ഇതെന്നുള്ളത് നിങ്ങൾ ചെയ്യുക. എല്ലാം നല്ല കാര്യം, ലളിതമായ കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വീഡിയോ, ഇന്നലത്തെ വീഡിയോ, അതായത് ഈ 5 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശത്രുദോഷം നിങ്ങളെ പിടികൂടി, ഇത് ചെയ്താൽ അത് തിരിച്ചു പായു എന്ന് പറഞ്ഞ അതിന്റെ ക്യാപ്ഷൻ കിടക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോകളും കാണുന്നവരോടാണ് പറഞ്ഞത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണെന്ന് ഞാൻ നെഞ്ചത്ത് കൈതൊട്ട് പറയും. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്. ഇന്നലത്തെ ഞാനീ പറഞ്ഞ ഈ 5 ലക്ഷണങ്ങൾ കണ്ടാൽ ശത്രുദോഷം നിങ്ങളെ പിടികൂടി, അതിന് ഇത് ചെയ്താൽ തിരിച്ചു പായും. ആ ശത്രുദോഷം തിരിച്ചു പായുമെന്ന് ആ വീഡിയോ ആര് കണ്ടില്ലേ? എൻ്റെ പ്രധാനമായ വീഡിയോ കണ്ടില്ല എന്നർത്ഥം. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ്. എന്തുകൊണ്ടാണത്? അതിൻ്റെ അകത്ത് ഗണപതിയുടെ ഒരു രഹസ്യം പറയുന്നുണ്ട്. ശത്രുദോഷങ്ങൾ തിരിച്ചുവിടാനുള്ള കേതുവിന്റെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ഈ കേതു എന്ന് പറഞ്ഞ ഗ്രഹം പിടി കൊടുക്കാത്ത ഗ്രഹമാണ്. ഒരുപാട് നിഗൂഢതകളുള്ള, ഒരുപാട് രഹസ്യങ്ങളുള്ള ജ്യോതിഷത്തിലെ ഒരു ഗ്രഹമായി കേതു. അപ്പം ഞാനൊക്കെ ആധ്യാത്മിക വഴിയിലായതുകൊണ്ട് ഈ കേതുവിന്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതേക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേതു എന്ന് പറഞ്ഞാൽ പിടി കൊടുക്കത്തില്ല, പുകമറയാ. കേതു ഒരു ജാതകത്തിൽ മോശമായി നിന്നാൽ അവനുണ്ടാകുന്ന തകർച്ചയുടെ കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനുള്ള പ്രതിവിധിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചൊവ്വായ പ്രീതിക്ക് ഉള്ള കാര്യങ്ങള്, പിന്നെ മുരുകന്റെ രഹസ്യം പറഞ്ഞിട്ടുണ്ട്, പുണ്യമായ കാര്യം. അത് കേട്ടാൽ തന്നെ അയാളുടെ ജീവിതം മാറും. മുരുകന്റെ പുണ്യമായ രഹസ്യങ്ങൾ അത് കേൾക്കുന്ന മുമ്പേ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഗുണം ഉണ്ടാകും. അത്ര പരമപുണ്യമായ കാര്യം. പിന്നെ സഹസ്രനാമത്തിന് ചില രഹസ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അറിയാതെ പോയാൽ, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നതും നിങ്ങൾ എല്ലാ വീഡിയോ കാണുന്നതും പറയുന്നാലും അത് അപൂർണമാണ്. ഞാൻ പറയുന്ന ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ബാക്കി നിങ്ങൾ കാണുന്നുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായ ഈശ്വര ജ്ഞാനം കിട്ടിയിട്ടില്ല. അതൊരു നഷ്ടം തന്നെയാണ്. ഹൃദയത്തിൽ തട്ടിയായി പറയുന്നത്. ഇത് ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ആവശ്യമുള്ളവരും കാരണം മുരുകനെ കുറിച്ച് ഏറ്റവും പുണ്യമായ കാര്യം അതിൻ്റെ അകത്ത് പറയുന്നത് അതീവ രഹസ്യമായ കാര്യമാണ്. ഈ ലോകത്തിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അത് കേട്ടാൽ തന്നെ ജീവിതം മാറും. പരമപുണ്യമായ കാര്യമാണ്, അതിനിഗൂഢമായ രഹസ്യമാണ്. അതറിയുന്നവരെല്ലാം ദൈവം തൊട്ടനുഗ്രഹിക്കുന്നവർ. അത് അറിയുന്നവരെല്ലാം അത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടം തന്നെയാണ്. ഞാൻ വീണ്ടും ഹൃദയത്തെ തട്ടി പറയുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കാരണം അത് അതേ ആളുകൾ കണ്ടിട്ടില്ല. അതാ അതിനകത്ത് രസം. എന്തു ആയിക്കോട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.